അപ്പോൾ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമ്മൾ ഓൾറെഡി ഡി സിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തിയറം ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ലോഡ് ഇമ്പിഡൻസ് ഫോർ വിച്ച് ദ സോഴ്സ് വിൽ ട്രാൻസ്ഫർ ദ മാക്സിമം പവർ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലോഡിൻ്റെ ഇമ്പിഡൻസ്. ലോഡ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം. അപ്പം അതായത് സോഴ്സ് ഇമ്പിഡൻസ് ഈക്വൽ ടു ലോഡ് ഇമ്പിഡൻസ് ആകുമ്പോഴായിരിക്കും മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, കൺസിഡർ എ സിമ്പിൾ നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് സിമ്പിൾ നെറ്റ്വർക്ക് നോക്കാം. അപ്പോൾ എന്താണ്? VS ZS ZL എന്നുള്ളൊരു സിമ്പിൾ നെറ്റ്വർക്ക് നോക്കാം. ഓക്കെ, എന്താണ്? ഫസ്റ്റ്, വെൻ ദ ലോഡ് ഇമ്പിഡൻസ് ഈസ് വേരിയബിൾ റെസിസ്റ്റൻസ്, അതായത് ZL ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണെങ്കിൽ, ZL ഈസ് ഈക്വൽ ടു RL ആണെങ്കിൽ നമ്മുടെ ILൻ്റെ ഇക്വേഷൻ എന്താണ്? IL ഈസ് ഈക്വൽ ടു VS ബൈ ZS പ്ലസ് ZL അല്ലേ? ഇത് പ്ലസ് ഇത് കൂട്ടിയതല്ലേ? അപ്പോൾ VS ബൈ RS പ്ലസ് JXS പ്ലസ് RL ആയിരിക്കും ILൻ്റെ ഇക്വേഷൻ. ഇനി ഇതിപ്പോൾ മോഡുലസ് ഓഫ് IL എന്ത് ചെയ്തു? നമ്മളതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞു. അപ്പം നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മാഗ്നിറ്റ്യൂഡ് എടുക്കാം. ഓക്കെ, അപ്പം VS മോഡുലസ് ഓഫ് VS റൂട്ട് ഓഫ് RS പ്ലസ് XL ദ ഹോൾ സ്ക്വയർ പ്ലസ് XS ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണുന്നത്. ദ പവർ ഡെലിവേർഡ് ടു ദി ലോഡ് ഈസ് എന്താണ്? IL സ്ക്വയർ ഇൻറ്റു RL, അത് ഇൻറ്റു RL. ഫോർ പവർ ടു ബി മാക്സിമം DPL ബൈ DRL ഈസ് ഈക്വൽ ടു 0. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്തു? ആ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം RL ഈസ് ഈക്വൽ ടു RS പ്ലസ് XS. ഹെൻസ്, അതായത് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ഹെൻസ് ദ ലോഡ് റെസിസ്റ്റൻസ് RL ഷുഡ് ബി ഈക്വൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് സോഴ്സ് ഇമ്പിഡൻസ് ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. അതായത് നമ്മൾ ഡി സിയിൽ പറഞ്ഞ സെയിം സാധനം ഒന്ന് ഡെറൈവ് ചെയ്ത് എത്തിച്ചതാണ്. പക്ഷെ ചിലപ്പോൾ ചോദിക്കുക എന്താണ്? പ്രൂവ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഇൻ AC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ഡെറൈവ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു സിമ്പിൾ സ്റ്റെപ്സ് കൂടി പഠിച്ചു നോക്കാം. അപ്പോൾ ഫൈനലി എന്താണ്? RL ഷുഡ് ബി ഈക്വൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് സോഴ്സ് ഇമ്പിഡൻസ് ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. ഓക്കെ, ഇനി കേസ് 2ൽ നമ്മൾ RL പ്ലസ് JXL ആണ് നമ്മുടെ ലോഡ് എടുക്കുന്നത്. ലോഡ് RL പ്ലസ് XL JL ആണ്. ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ദ ലോഡ് ഇമ്പിഡൻസ് ഷുഡ് ബി എ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദി സോഴ്സ് ഇമ്പിഡൻസ്. ബട്ട് ഈ ഒരു കേസിൽ എന്താണ് വ്യത്യാസം വരുന്നത്? ലോഡ് ഇമ്പിഡൻസ് ഷുഡ് ബി എ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദി സോഴ്സ് ഇമ്പിഡൻസ്. അപ്പോൾ ലോഡ് ഇമ്പിഡൻസ് ഷുഡ് ബി ഈക്വൽ ടു സോഴ്സ് ഇമ്പിഡൻസ് എന്നല്ല പറയുന്നത്, മറിച്ച് ഷുഡ് ബി ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദി സോഴ്സ് ഇമ്പിഡൻസ്. ദാറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ZL ഈസ് ഈക്വൽ ടു RS മൈനസ് JXS ആണ്. RS മൈനസ് JXS ആയിരിക്കണം. ഓക്കെ, ZL. ഓക്കെ, ആ ഡിഫറൻസ് നോക്കാം. ലോഡ് ഇമ്പിഡൻസ് ഷുഡ് ബി എ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദി സോഴ്സ് ഇമ്പിഡൻസ്. Case 3, when the load impedance is complex impedance with variable resistance and fixed reactance. വേരിയബിൾ റെസിസ്റ്റൻസും ഫിക്സ്ഡ് റിയാക്റ്റൻസും ആണെങ്കിൽ എന്തായിരിക്കും? അപ്പം ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ലാസ്റ്റത്തെയാണ് മെയിനായിട്ട് വേണ്ടത്. ഹെൻസ് ദി ലോഡ് റെസിസ്റ്റൻസ് RL ഷുഡ് ബി ഈക്വൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇമ്പിഡൻസ് ZS പ്ലസ് JXL. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോർ ദി മാക്സിമം പവർ ട്രാൻസ്ഫർ. അപ്പോൾ ലാസ്റ്റത്തെ 3 പോയിൻറ്റ്സ്, ലോഡ് റെസിസ്റ്റൻസ് RL ഷുഡ് ബി ഈക്വൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി impedance ZS plus JXL, that is modulus of ZS plus JXL ആയിരിക്കണം ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. ഓക്കെ, ഇപ്പോൾ ലോഡ് റെസിസ്റ്റൻസ് RLൻ്റെ വാല്യൂ എന്താണ്? ഈക്വൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ZS പ്ലസ് JXL. ഇതാണ് 3 കണ്ടീഷൻസ്. ഇത് നമുക്ക് പ്രോബ്ലം നോക്കാം. ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ZL ഇൻ ദ നെറ്റ്വർക്ക്. ഇപ്പോൾ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. VS 6 ohm മൈനസ് 8 ohm ZL ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്?
ഫൈൻഡ് ദ വാല്യൂ ഓഫ് ZL. ZLൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ZLൻ്റെ വാല്യൂ ആണ്. ബട്ട് രണ്ട് കണ്ടീഷൻ. ZL ഈസ് ആൻ ഇമ്പിഡൻസ്. ഒന്ന് ZL ഇമ്പിഡൻസ് ആകുമ്പം, ഒന്ന് ZL ഈസ് എ പ്യുവർ റെസിസ്റ്റൻസ്. ഈ രണ്ട് കേസിലുള്ള ZLൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം സൊല്യൂഷൻ, ഇഫ് ZL ഈസ് ആൻ ഇമ്പിഡൻസ് ആണെങ്കിൽ എന്തായിരിക്കും? ZS നമുക്ക് തന്നിട്ടുണ്ട് 6 - j8 അല്ലേ. ഇഫ് ZL ഈസ് ആൻ ഇമ്പിഡൻസ് ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ, ZL എന്തായിരിക്കണം? സോഴ്സ് ഇമ്പിഡൻസിൻ്റെ കോഞ്ചുഗേറ്റ്, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിരിക്കണം. അപ്പം 6 - j8 ആണ്. അപ്പം ZL എന്തായിരിക്കണം? 6 + j8 ആയിട്ട് മാറും. അതായത് മൈനസ് എന്നുള്ളത് പ്ലസ് ആയിട്ട് മാറും. 6 + j8 ഓമായി മാറും. ഓക്കെ. ഇഫ് ZL ഈസ് എ റെസിസ്റ്റൻസ് ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ, ZL is equal to modulus of ZS is equal to, അതായത് ZL ഒരു റെസിസ്റ്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും? ലോഡ് റെസിസ്റ്റൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 6 + j8, അതായത് 6 + j8ൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? √R² + 8². അപ്പം √100 കിട്ടും അല്ലേ. 36 + 64 100, √100 10. അതാണ് 10 കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ ഫൈൻഡ് ദി വാല്യൂ ഓഫ് ZL ഇൻ ദ നെറ്റ്വർക്ക്. ZL കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ZL ഈസ് വേരിയബിൾ റെസിസ്റ്റൻസ്. സെക്കൻഡ്, ZL ഈസ് കോംപ്ലക്സ് ഇമ്പിഡൻസ്. തേർഡ്, ZL ഈസ് എ കോംപ്ലക്സ് ഇമ്പിഡൻസ് വിത്ത് വേരിയബിൾ റെസിസ്റ്റൻസ് ആൻഡ് ഫിക്സഡ് റിയാക്റ്റൻസ്. അതായത് മൂന്ന് കേസസ് നമ്മൾ പഠിച്ചു. ആ 3 കേസസിലുള്ള പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. Thevenin's impedance can be calculated by replacing the voltage source by a short circuit and current source by an open circuit. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Thevenin, അതായത് നമ്മുടെ ലോഡ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ലോഡ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ലോഡ് ഇമ്പിഡൻസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയണം? അതിൻ്റെ സോഴ്സിൻ്റെ ഇമ്പിഡൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ ലോഡ് ഇമ്പിഡൻസ് പറയുന്നത്. അതായത് സോഴ്സ് ഇമ്പിഡൻസ് ഷുഡ് ബി സെയിമസ് അല്ല, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആവാം, അല്ലെങ്കിൽ റിലേഷൻ ഉണ്ട് സോഴ്സും ലോഡും ഇമ്പിഡൻസ് തമ്മിൽ. അപ്പോൾ നമ്മൾ DC ചെയ്ത പോലെ തന്നെ തെവെനിൻസ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് പകരം ഇവിടെ തെവെനിൻസ് ഇക്വലൻസ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക. ഇമ്പിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ സോഴ്സസ് 0 ആക്കി, ഇവിടെ കറണ്ട് സോഴ്സാണ്, അത് 0 ആക്കി, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെന്നുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടും? 3 + 5j 3 അല്ലേ. നമ്മളിവിടുത്തെ 5 ohm വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതും ഷോർട്ട് ചെയ്ത്. അപ്പോൾ ഇനി എന്താണ്? ഇത് രണ്ടും പാരലലാണ്. അപ്പോൾ ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് അല്ലേ, അങ്ങനെയല്ലേ ചെയ്യുക? അതാണ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു, അത് രണ്ടും ആഡ് ചെയ്തു, രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 2.1 + 0.9 ohm എന്ന് കിട്ടി. ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ ദ വാല്യൂ ഓഫ് ZL വിൽ ബി, അപ്പോൾ ZL എന്തായിരിക്കണം? ഫസ്റ്റ് കേസിൽ ZL is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് Thevenin, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് 2.1 + 0.9j. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ് നമ്മുടെ? ZL is a variable resistance. അപ്പോൾ ZL വേരിയബിൾ റെസിസ്റ്റൻസ് ആകുമ്പം എന്തായിരിക്കണം? ZL is equal to 2.28 ohm ആയിരിക്കണം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ZL is a കോംപ്ലക്സ് ഇമ്പിഡൻസ്. ZL is കോംപ്ലക്സ് ഇമ്പിഡൻസ് വിത്ത് വേരിയബിൾ റെസിസ്റ്റൻസ് ആൻഡ് വേരിയബിൾ റിയാക്റ്റൻസ്. അതായത് റെസിസ്റ്റൻസും റിയാക്റ്റൻസും രണ്ടും വേരിയബിളാണ്. അപ്പോൾ ZL is equal to Theveninൻ്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കണം. അപ്പോൾ 2.1 - j 0.9. ഇനി തേർഡ് പോയിൻ്റ് എന്താണ്? ZL is a കോംപ്ലക്സ് ഇമ്പിഡൻസ് വിത്ത് വേരിയബിൾ റെസിസ്റ്റൻസ് ആൻഡ് ഫിക്സ്ഡ് റിയാക്റ്റൻസ്. അപ്പോൾ ആ കേസിൽ ZL എന്താണ്? ZL ഷുഡ് ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ്
മാഗ്നിറ്റ്യൂഡ് ഓഫ് സെറ്റ് തെവനിൻ പ്ലസ് 5j. ഓക്കെ, 2.1 പ്ലസ് 0.09 പ്ലസ് 5j. അപ്പോൾ എന്താണ് 5j? എന്താണ് J5 ഓം? എന്താണ് നമ്മുടെ ഫിക്സ്ഡ് റിയാക്റ്റൻസ് ഓഫ് J5 ഓം ആണ്. അതുകൊണ്ട് ഫിക്സ്ഡ് റിയാക്റ്റൻസ് ആഡ് ചെയ്തു. ഓക്കെ, ZL. അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നും കണ്ടുപിടിക്കുക. ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദി ഇംപിഡൻസ് ZL സോ ദി മാക്സിമം പവർ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ഇറ്റ് ഇൻ ദി നെറ്റ്വർക്ക്. ഫൈൻഡ് ദി മാക്സിമം പവർ. ഓക്കെ, അപ്പം ZL നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ലോഡ് ഇംപിഡൻസ് ZL ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ഓപ്പൺ ആക്കി വെച്ചു അല്ലേ? അത് ഓപ്പൺ ആക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ചെയ്തു സ്റ്റെപ്പ് 1 കാൽക്കുലേഷൻ ഓഫ് വി തെവനിൻ. അപ്പോൾ വി തെവനിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെഡ് തെവനിൻ ഈസ് ഈക്വൽ ടു എന്താണ്? എങ്ങനെയാണ് സെഡ് തെവനിൻ? Z ഈസ് ഈക്വൽ ടു 3 പ്ലസ് 3 ഇൻറ്റു 3 മൈനസ് 3j അല്ലേ? 3 ഇൻറ്റു 3 മൈനസ് 3j ഓക്കെ. അപ്പോൾ നമ്മൾ സെറ്റ് കണ്ടുപിടിച്ചു. സെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് രണ്ടും സീരീസാണ്, അത് ഇതിനോട് പാരലാണ്. അപ്പം അത് ഇൻറ്റു ഇത് പ്ലസ് ടോട്ടൽ, അതാണ് ഈ ഒരു ടേം. പിന്നെ അതെന്ത് ചെയ്തു? ആ കിട്ടുന്നത് ഈ 3 ഓമിനോട് സീരീസാണ്. അപ്പം പ്ലസ് 3 ഓം. അപ്പം അങ്ങനെയാണ് സെഡ് ടോട്ടൽ കിട്ടിയത്. സെഡ് ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? V/I Z ചെയ്ത് കഴിഞ്ഞാൽ I ടോട്ടൽ, ഇവിടെ നിന്നുള്ള ടോട്ടൽ കറണ്ട് IT കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ IT കണ്ടുപിടിച്ചു. ഇനി കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കാണണം? I കാണണം. ഏതായി? ഇതുവഴി ഫ്ലോ ചെയ്യുന്ന I. അപ്പോൾ ആ കറണ്ട് I അറിയെങ്കിൽ അത് ഇൻറ്റു ഈ ഇമ്പിഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വി തെവനിൻ ചെയ്യാം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് I ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ കറണ്ട് നമുക്ക് എത്ര 0.75 ആംഗിൾ 26.57 ഡിഗ്രിയാണ് I കിട്ടിയത്. അപ്പോൾ അത് ഇൻറ്റു എന്താണ്? 3j ഡിവൈഡ് ബൈ 3 പ്ലസ് 3j മൈനസ് 3j. അതായത് കറണ്ട് ഡിവിഷൻ റൂള്. ടോട്ടൽ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഏത് വഴി? ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പം നമുക്ക് കാണേണ്ടത് ഇതുവഴിയിലാണ്. അപ്പം ഈ ഒരു ഇമ്പിഡൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ്, അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു വാല്യൂ കിട്ടി, ഐയുടെ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ ഐയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ I ഇൻറ്റു ഈ കപ്പാസിറ്റൻസ്, ഈ -3j ഓം എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അതും ഇതും കൂടി ചെയ്യുമ്പോൾ വി തെവനിൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് സെഡ് തെവനിൻ. സെഡ് തെവനിൻ എങ്ങനെ കാണാം? നമ്മളെ സോഴ്സസ് 0 ആക്കി, ഇവിടെയുള്ള വോൾട്ടേജ് സോഴ്സസ് 0 ആക്കി. എന്നിട്ട് ഇപ്പം 3യും 3യും പാരലലാണ്, അതിനോട് 3 സീരീസാണ്, പിന്നെ 3 പാരലലാണ്. അപ്പോൾ അത് അല്ലേ, ഇത് രണ്ടും പാരലലാണ്, അതിനോട് ഇത് സീരീസാണ്, പിന്നെ അതും പാരലലാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡ് തെവനിനും കിട്ടി. ഇനി കാൽക്കുലേഷൻ ഓഫ് ZL. അപ്പോൾ ZL എന്താണ്? For maximum power transfer, the load impedance should be a complex conjugate of the source impedance. അപ്പോൾ നമുക്ക് സെഡ് തെവനിൻ കിട്ടി. അപ്പോൾ സെഡ് തെവനിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് 1 മൈനസ് 1.8 മൈനസ് J2.4 ആണെങ്കിൽ 1.8 പ്ലസ് J2.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ZL കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കാൽക്കുലേഷൻ ഓഫ് P max, മാക്സിമം പവർ. എങ്ങനെയാണ് മാക്സിമം പവർ കാണാം?
മാക്സിമം പവർ ഈസ് ഈക്വൽ ടു വി തെവനിൻ ഹോൾ സ്ക്വയർ ബൈ 4L. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പവർ കിട്ടി. ഓക്കെ, 15 minutes ആയി. അപ്പം മാക്സിമം പവർ ട്രാൻസ്ഫറിൻ്റെ 2 പ്രോബ്ലംസ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നിങ്ങൾ ഏതോ 1-2 പ്രോബ്ലംസ് ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.